ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ട് പുഡിങ്ങാണ്. ചന മസാല വാങ്ങിക്കാനായിട്ട് ബാക്കി വന്ന ഫ്രഷ് ക്രീം വെച്ചിട്ട് അത് ആ ഫ്രഷ് ക്രീമും ഷുഗറും കൂടെ ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തത് കുറച്ച് റസ്ക് അല്ല സോറി, ഹോർലിക്സിൻ്റെ പൊടിയാണ്. പിന്നെ ബ്രെഡാണ്. ബ്രെഡ് ഞാനൊരു പാത്രത്തിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിങ്ങനെ ഒരു ലെയർ ബ്രെഡ് കൊടുത്തു. ബ്രെഡ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആ ഫ്രഷ് ക്രീമും ഷുഗറും കൂടെ ബീറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ അതിൽ വാനില എസൻസ് വേണമെങ്കിൽ ചേർക്കാം, ഞാൻ മറന്നുപോയി ചേർക്കാനായിട്ട് ബീറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ അതും കൂടെ ചേർത്ത് അടുത്ത ലെയർ കൊടുത്ത് പിന്നെ അതിൻ്റെ പുറത്ത് മറ്റേ ഹോർലിക്സിൻ്റെ ബിസ്ക്കറ്റില്ലേ, അത് പൊടിച്ചത് മിക്സിയിലിട്ട് പൊടിച്ചത്, അതിൻ്റെ പൗഡറാണ് ഞാൻ കൊടുത്തത് അടുത്ത ലെയറായിട്ട്. പിള്ളേരെ പറ്റിക്കാൻ ഇതൊക്കെ മതി. പിന്നെ അടുത്ത ലെയറായിട്ട് വീണ്ടും ആ ബ്രെഡിൻ്റെ തന്നെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ മറ്റേ ഫ്രഷ് ക്രീമിൻ്റെ സിറപ്പും കൊടുത്ത് മേളിൽ എന്നിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഇത് ഉണ്ടാക്കണ കണ്ട് ഞാൻ ക്രീമൊക്കെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർക്ക് അപ്പം തന്നെ വേണം. അപ്പോൾ അവർക്ക് വേഗം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ച് അവരെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഐസ്ക്രീമിൻ്റെ ബൗളിൽ കുറച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, പിള്ളേരുടെ അമ്മയ്ക്ക്, അതായത് എനിക്കും കൂടെ ഞാൻ ഉണ്ടാക്കി 3 ബൗളിൽ ഞാനിത് സെറ്റ് ചെയ്ത് ചെറിയതായിട്ട്. അത് ഞങ്ങൾ 10 മിനിറ്റ് വേഗം ഫ്രീസറിൽ വെച്ചെടുത്ത് കഴിച്ചായിരുന്നു. മറ്റേത് ഞങ്ങൾ പിറ്റേ ദിവസം ആണ്, ശരിക്കും 4-5 മണിക്കൂർ കഴിയുമ്പോൾ എടുക്കുക. പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആ ക്രീമൊക്കെ അതിൽ മെൽറ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടമാവും. ഇതും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ലെയറിങ് ആണ്. ബ്രെഡും പിന്നെ മറ്റേ ക്രീമിൻ്റെ വയ്ക്കുക, ബിസ്ക്കറ്റിൻ്റെ പൊടി ഇടുക, സംഭവം തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ.